നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫാൻലിസീമ മാർച്ചിൽ ഖത്തറിൽ നടക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. എന്നാൽ വേൾഡ് കപ്പിന് വെറും 2 മാസം മാത്രമുള്ളപ്പോൾ ബിഗ് ടീമുകളുമായിട്ട് കളിക്കാൻ കോച്ചുമാർ പൊതുവെ തയ്യാറാവാറില്ല. അത് തങ്ങളുടെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ എതിരാളികളെ അനലൈസ് ചെയ്യാൻ കൂടുതൽ കാരണമാകും എന്നതുകൊണ്ട് വിട്ടുനിൽക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഘട്ടത്തിൽ എമി മാർട്ടിനസ് അത് തന്നെ പറയുന്നു. കോച്ചുമാർ ഇങ്ങനെ ചിന്തിക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷെ കളി നടക്കുമോ നടക്കണമോ? എമി മാർട്ടിനസ് പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം തൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ക്രിസ്ത്യൻ മാർട്ടിനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകും. അദ്ദേഹം പറയുന്നു, ഫാൻലിസീമ എന്ന് പറഞ്ഞാൽ ഞാനത് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒന്നാമതായിട്ട് സ്പെയിന് വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ട ടീമുകളിലൊന്നാണ്. അവർ ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമുകളിലൊന്നാണ്. അതോടൊപ്പം തന്നെ അത് ഞങ്ങൾക്ക് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള 2 മാസം മുമ്പുള്ളൊരു മികച്ച ടെസ്റ്റായിരിക്കും, നല്ലൊരു പ്രിപ്പറേഷൻ ആയിരിക്കും. മാത്രമല്ല അതോടൊപ്പം ഒരു കിരീടം നേടാനും പറ്റും. ഇപ്പോൾ ഇറ്റലിയെ ഞങ്ങൾ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് പരാജയപ്പെടുത്തിയിരുന്നല്ലോ, അത് വലിയൊരു ബൂസ്റ്റായിരുന്നു ആ വേൾഡ് കപ്പിന് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. സോ അത് തന്നെ സ്പെയിനിൻ്റെ കാര്യത്തിലും സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവരും പറയാറുള്ള കാര്യം, യു ആർ വെരി ക്ലോസ് ടു ദി വേൾഡ് കപ്പ്, വേൾഡ് കപ്പിന് തൊട്ടരികിലാണ്. ഈ സമയത്ത് കോച്ചുമാർക്ക് ഇത്തരം കളികൾ കളിക്കാൻ താല്പര്യമുണ്ടാവില്ല. ബിക്കോസ് അതർ ടീംസ് അനലൈസ് യു, മറ്റ് ടീമുകൾ നിങ്ങളെ വിലയിരുത്തുമെന്നുള്ളത് കൊണ്ട് ഇത്തരം മത്സരങ്ങൾ കളിക്കാൻ കോച്ചുമാർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞാനത് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഫാൻലിസീമ നേരത്തെ നടത്തണമായിരുന്നു എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഇന്ത്യ ഇത് കളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കോമ്പീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, ഈ കിരീടം ചൂടാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫാൻലിസീമ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എമി മാർട്ടിനസ് പറയുന്നു. ഏതായാലും ഫാൻലിസീമ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് അത് പല ടീമുകൾക്കും അർജൻറ്റീനയെയും അതുപോലെ സ്പെയിനെയും ഒക്കെ വിലയിരുത്താനുള്ള അവസരം കൊടുക്കും. അതുകൊണ്ടാണ് സ്കലോനി ഇത് നടക്കുമോ എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാത്തത്. ഇത് ഈ മാർച്ചിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ അദ്ദേഹം നേരത്തെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആയത് ഫാൻലിസീമ നടക്കുകയാണെങ്കിൽ നേരത്തെ നടക്കണമായിരുന്നു. ഏതായാലും എന്ത് സംഭവിക്കും ഇക്കാര്യത്തിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ വലിയ ആഗ്രഹത്തോടു കൂടി കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.